മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹിയോട് അനന്ത് പറയണേ, ഞങ്ങളിനി ജർമ്മനിയിലേക്കൊന്നും ഇപ്പോൾ അടുത്ത് തന്നെ പോകുന്നില്ല. അതുകൊണ്ട് മഹി ഒരു കാര്യം ചെയ്യും, അവിടെയും കുറച്ച് 5 ദിവസം നിൽക്കുക, ഞങ്ങളുടെ അവിടെയും നിൽക്കുക. അത് കഴിഞ്ഞ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ടൂറ് പോകാം, മരണഭയം ഇല്ലാതെ ജീവിക്കാമല്ലോ എന്നിങ്ങനെ പറയണിട്ട്. അതെന്താ മരണഭയം എന്ന് ചോദിക്കണേ. അല്ല, നിങ്ങളുടെ പിന്നിൽ എപ്പോഴും നിങ്ങളെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ നടക്കുകയല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ പറയണം കേട്ടോ. വേണ്ട പോലെ മരുന്നെല്ലാം കൊടുക്കണം എന്ന് മഹിയോട് അനന്ത് പറയണം. എന്തായാലും കഴിക്കുമല്ലോ, നീ നിർബന്ധിച്ച് മരുന്ന് കൊടുക്കുകയും ചെയ്യും, അതെനിക്കറിയാം എന്ന് പറഞ്ഞതിന് ശേഷം യാത്ര പറഞ്ഞതിന് ശേഷം ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു അനന്ത് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അനന്ത് പുറത്തിറങ്ങിയ സമയത്ത് മാർക്കും ഇങ്ങനെ ആരാ റൂമിനകത്ത് നിന്നിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണം. അത് കാണുമ്പോൾ അനന്തുവിന് ആകെ സംശയമാകും കേട്ടോ. അനന്ത് വീണ്ടും ചോദിക്കുകയാണ് മാർക്കോനോട്, എന്താ നീ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കുക. ഒന്നുമില്ല എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. നിന്നെ ആരാ പറഞ്ഞയച്ചിരിക്കുന്നത് ചോദിച്ചു. എന്നെ ആരും പറഞ്ഞയച്ചില്ല, ഞാനൊരു അമ്മാവൻ്റെ കൂടെ കൂട്ട് വന്നതാണ് എന്ന് പറയും. പക്ഷേ അയാളുടെ പന്തികേട് കണ്ടിട്ട്, മാർക്കോൻ്റെ പന്തികേട് കണ്ടിട്ട് ആനന്ദ് വീണ്ടും പോയിട്ട് മഹിയോട് പറയണം കേട്ടോ, റൂം തുറന്നിട്ട് പറയണം, നിങ്ങളെന്തായാലും സൂക്ഷിക്കണം, കാരണം എന്തോ ഒരു ഗുണ്ടയുടെ പോലെയുള്ള ഒരാളെ ഞാൻ കണ്ടു. മഹി വാതിൽ തുറക്കണ്ട, ആര് വന്നാലും ശ്രദ്ധിച്ചിരിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ മഹിക്ക് ആകെ പേടിയാവുകയാണ് കേട്ടോ. അതിനുശേഷം അനന്ത് പോവുകയാണ്. കണ്ണേട്ടനോട് ഇങ്ങനെ പറയണം, നമ്മൾക്ക് എവിടെയും ഒരു സമാധാനം ഇല്ലേ കണ്ണേട്ട, ഇവിടെയും ഗുണ്ടകൾ ആരെങ്കിലും വരുമോ എന്നിങ്ങനെ ചോദിക്കണം. അവർക്ക് എന്ത് കണ്ടാലും സംശയമാണ്, നമ്മുടെ ജീവൻ എടുക്കാൻ ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിലേ നടക്കുള്ളൂ, അതല്ലാതെ ഒരു ഗുണ്ടയ്ക്കും ഇവിടെ വന്നൊന്നും ചെയ്യാൻ പറ്റില്ല, താൻ പേടിക്കണ്ടടോ എന്ന് പറഞ്ഞ് കണ്ണൻ മഹി ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ടും മഹിക്ക് സമാധാനമില്ല. മഹി പുറത്തിറങ്ങിയിട്ട് നോക്കുകയാണ് കേട്ടോ, ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മാർക്കോ പോയിട്ട് ആ അമ്മാവൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. എനിക്കിവിടെ ഒരാളെ ഉണ്ട്, അയാളെ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയണത്. കാരണം എൻ്റെ കാര്യങ്ങളൊന്നും ആര് ചോദിച്ചാലും ഒന്നും പറയരുത് കേട്ടോ എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ ആ മാമൻ ചോദിക്കുകയാണ്, ആരാ, വല്ല പെണ്ണും ലവറോളും ഉണ്ടോ ചോദിച്ചേ. ലവറൊന്നുമില്ല, ഞാൻ ഒറ്റത്തടിയാണ് എന്നിങ്ങനെ പറയണം. ആ ഒറ്റത്തടിയാകുമ്പോൾ കാതലുണ്ടാകുമല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അമ്മാവനിടിച്ച ആ നമ്പറുകാരനുണ്ടല്ലോ, ആ അമ്മാവനിടിച്ച ആ നമ്പറും ബേക്കുകാരനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അമ്മാവനെ ഒരു കാരണവശാലും ഞാൻ അവനെ വെറുതില്ല, അവനെൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ തലമണ്ട അടിച്ച് പൊളിക്കും ഞാൻ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മാവൻ ചോദിക്കണ്ടേ, എന്താ ഇങ്ങനെയൊക്കെ പറയണത്, താൻ തൻ്റെ കാര്യം നോക്കണ്ടേ, ഇങ്ങനെ എല്ലാവരെയും ഒന്നും അടിക്കണ്ട, അവൻ പോയിക്കോട്ടെ, ഇനി സാരമില്ല എന്നിങ്ങനെ പറയണം. അങ്ങനെ കാൽനടക്കാരെ വെറുതെ വിടാതെ നടക്കുന്ന ഇവർക്കൊക്കെ നല്ല ശിക്ഷ കൊടുക്കണം എന്നിങ്ങനെ അമ്മാവനോട് പറയണം കേട്ടോ. ഒറ്റത്തടിയായി ജീവിക്കാനാണ് എനിക്കിഷ്ടം, കാരണം ആ 4 ആൾ വന്നാലും തല്ലി തോൽപ്പിക്കാൻ കഴിയുമല്ലോ എന്നിങ്ങനെ ആ മാമനോട് മാർക്കോ പറയണം കേട്ടോ. അതേ സമയം ശക്തി ഇങ്ങനെ പറയണം കൂടെ കിടക്കണ ആളുടെ അടുത്ത്, ഇന്ന് റൂം അടയ്ക്കാതെ കിടന്നെങ്കിൽ എങ്ങനെയെങ്കിലും അകത്ത് പോയി ശ്വാസം മുട്ടിച്ച് കൊല്ലണം അവനെ, കൂടെ കിടക്കണ ആളെ നീ എന്തായാലും ശരി ബോധം കെടുത്തണം, മയക്കണം, അല്ലാതെ ഒരിക്കലും നടത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പദ്ധതികൾ കേട്ടോ. അതേസമയം മേഘനാഥം ഫോൺ ചെയ്യുമോ, ഇയാൾ എന്തിനങ്ങനെ ഫോൺ ചെയ്യുന്നത് എന്നിങ്ങനെ പറയണം. സാറേ, അവൻ്റെ കൂടെ തന്നെ ആളുണ്ട്, സാഹചര്യം ഒത്തു വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും എന്നിങ്ങനെ പറയണം. ഒരു സമാധാനക്കേട് കൊണ്ടാണ് ആ ഫോണിൽ വിളിക്കാൻ പറ്റില്ല, എങ്കിലും ഞാൻ വിളിക്കുന്നത് എന്ന്, എന്തായാലും കാര്യങ്ങൾ നടന്നതിന് ശേഷം നീ വിളിക്കുക എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ശക്തി ഇങ്ങനെ പറയണം, എന്താ വല്ല പട്ടിയോ പൂച്ചക്കുഞ്ഞോ ആണോ, ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യുക, ഇല്ല പറഞ്ഞാൽ അയാളെ എനിക്ക് കൊട്ടേഷൻ തരും എന്നിങ്ങനെ പറയണം കേട്ടോ. നോക്കുമ്പോൾ തോമസ് വൈദ്യർ ഇങ്ങനെ വിളിക്കണടോ, താനിവിടെ വാ എന്നിങ്ങനെ ചോദിക്കുക. എന്താണ് തൻ്റെ കാര്യം താൻ നോക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുക. എന്താ എൻ്റെ കാര്യം നോക്കണം, നാടൻ മുട്ട കിട്ടിയില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ ചിരിക്കുകയാണ്. അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നീയൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം എന്നിങ്ങനെ പറയണം. എനിക്കതിനൊക്കെ പറ്റില്ല, കാരണം ഞാനിങ്ങനെ തല്ലുകൊള്ളിയും പല കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഇനി ആ ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ അതിനും കൂടി എന്തിനാ അതിന് നിൽക്കുന്നത്, അതിൻ്റെ ദുഃഖവും കൂടി ഞാൻ കാണണ്ടേ, എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്നിങ്ങനെ പറയുകയാണ്. നിന്നെ ഒരു ഗുണ്ട ലിസ്റ്റാണ് എല്ലാവരും ഉൾപ്പെടുത്തി കാണുന്നത്, അത് മാറി കാണണം എന്നാണ് എനിക്കുദ്ദേശം. എൻ്റെ ഒരുപാട് പരിചയക്കാരുണ്ട്, അവരോട് ആരോടെങ്കിലും പറഞ്ഞ് ഒരു ജോലി ഞാൻ നിനക്ക് വാങ്ങിത്തരാം, നീ കല്യാണം കഴിച്ച് അവളെയും കൊണ്ടുപോയി എവിടെയെങ്കിലും സുഖമായി ജീവിക്കണം എന്നിങ്ങനെ പറയണേ. എനിക്ക് വേണ്ട സാറേ, ഞാൻ ഒറ്റത്തടിയായി തന്നെ ഞാൻ ജീവിക്കുക, എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഒരുപാട് വേദനയുണ്ട്, ആ വേദനയുടെ ആഴം എത്രയുണ്ടെന്ന് ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല സാറേ എന്നിങ്ങനെ മാർക്കോ ഡോക്ടറോടുള്ള ആ ശക്തിയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എടോ
താനിവിടെ ഒരു സീൻ ഉണ്ടാക്കരുത്, കാരണം ഇവിടെ ഒരുപാട് പരിശുദ്ധിയുള്ള സ്ഥലമാണ്. അതിനെ ഡോക്ടർ തോമസ് വൈദ്യം ഇവിടെ എങ്ങനെ നോക്കണമെന്ന് അറിയോ, അതിനൊരു കളങ്കപ്പെടുത്താൻ വേണ്ടി താനൊരു അവസരം ഉണ്ടാക്കരുത് എന്നിങ്ങനെ പറയണം. പിന്നീട് മേഘനാഥൻ ഫോൺ ചെയ്യണം മഞ്ജുവിനോട്ട്. ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറയാണ്, എന്തായി എന്ന് മഞ്ജു ചോദിക്കുകയാണ്. അവിടുത്തെ കാര്യമൊക്കെ എന്തായി എന്ന് ചോദിക്കുക. അവൻ്റെ അസ്ഥി മണക്കാറായി. പിന്നെന്താ, നീ ആ കാര്യം വിട്, നാളെ രാവിലെ ഞാൻ വരാം. അവനില്ലാത്തത് കൊണ്ട് നിനക്ക് വേണ്ട സ്വർണ്ണം എല്ലാം കംപ്ലീറ്റ് എടുക്കണം എന്നിങ്ങനെ പറയാം. ഞാൻ റെഡിയായിരിക്കുക എന്ന് പറയും. തനിക്ക് വേണ്ട കഥ കംപ്ലീറ്റ് തനിക്കൊന്നും തരില്ല എന്നല്ലേ പറഞ്ഞത്, പക്ഷേ താനിത് മുതലാക്കണം, തനിക്ക് വേണ്ട സ്വർണം കംപ്ലീറ്റ് എടുക്കണം എന്നിങ്ങനെ പറയണം. ശരി എന്ന് പറഞ്ഞതിന് ശേഷം ഫോൺ വെക്കുകയാണ്. പിന്നീട് മാർക്കോ അങ്ങനെ ഇരിക്കുമ്പോൾ അനന്ത് വരികയാണ് കേട്ടോ. അനന്ത് വന്നിട്ട് ഇങ്ങനെ മാർക്കോട് സംസാരിക്കുകയാണ്. താൻ ആരാണ്, എന്താണ്, എന്താ പേര് എന്നെല്ലാം ചോദിക്കുകയാണ്. ഞാനൊരു അമ്മാവനെ കൂട്ടിയിരിക്കാൻ വന്നതാണ്. എൻ്റെ പേരൊന്നും സാറോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, അതുകൊണ്ട് പറയുകയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നെ താനെന്താ കണ്ണൻ്റെ മുറിയിൽ കിടന്ന് ചുറ്റിപ്പറ്റി നടന്നത് എന്ന്. കണ്ണനോ, അതാരാ, അതൊന്നും എനിക്കറിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. തൻ്റെ സാറിൻ്റെ പേരൊക്കെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. നീ എന്നോട് ഒരു കാര്യവും പറഞ്ഞില്ലല്ലോ, അപ്പോൾ എൻ്റെ കാര്യം നീ ഒന്നും അറിയണ്ട എന്നിങ്ങനെ പറയണം. പിന്നീട് മാർക്കും അങ്ങനെ പറയണ്ടേ, എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ തോമസിനോട് ചോദിച്ചാൽ മതി, ആ ഡോക്ടർ തോമസ് കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞു തരും എന്നിങ്ങനെ പറയണം.